എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. കമല ആകെപ്പാടെ സങ്കടത്തിലായിപ്പോയി. കാരണം വിനായകൻ കുറിച്ചിട്ട് കൂടിയല്ലോ, അതിലൊന്നുമല്ല കാര്യം. കള്ളം പറഞ്ഞു, അതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം. ഇത്രയും കാലം മാഷിനെ ഊറ്റി എല്ലാവരും ജീവിച്ചു, എന്നിട്ടും അദ്ദേഹത്തിന് ആവശ്യം വന്നപ്പോഴോ അല്ലെങ്കിൽ തനിക്കൊരു മരുന്ന് വാങ്ങാൻ പോലും 1 രൂപ പോലും തന്നില്ല. ഇതൊക്കെ മറച്ചു വെച്ചോണ്ടാണ് അവർ കുറിച്ചിട്ട് കൂടിയത്. അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നന്ദിനി പറഞ്ഞു ഓരോ വാക്കുകളും അത് വല്ലാതെ മുറിവേൽപ്പിച്ചു കമലേനെ. ഇത് കണ്ടപ്പോൾ വേദയ്ക്ക് സഹിച്ചില്ല. വേദയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കമല പറഞ്ഞു, എന്നാലും നിങ്ങളെന്ന് ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. ഇപ്പം നന്ദിനിയുടെ ഭർത്താവ്, നന്ദിനിയുടെ കുടുംബം, അപ്പം ഞങ്ങളാരും അല്ല എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടതും വിനായകൻ പറഞ്ഞു, അല്ലമ്മേ അത് പിന്നെ അവളങ്ങനെ. വേണ്ട വിനായക, നീ കൂടുതലൊന്നും പറയണ്ട, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയാം. ഇത്രയും കാലം ഈ വീട്ടില് ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ നടന്നിട്ട് ഞാനും നിന്റെ അച്ഛനൊന്നും അറിഞ്ഞില്ലോ എന്ന് പറയാണ്. വേദയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? പെട്ടെന്ന് വേദയുടെ മനസ്സിലേക്ക് ഒരു ഐഡിയ വരുവാണ്. വേദ പറഞ്ഞു, അമ്മ വിഷമിക്കൊന്നും വേണ്ടെന്ന് പറയാണ്. അതെന്തവൾ അങ്ങനെ പറഞ്ഞേ? ശരിക്കും പറഞ്ഞാൽ ഈ കുറിച്ചിട്ട് കൂടിയത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? അച്ഛന് സഹകരണ ബാങ്കിൽ നിന്ന് എടുത്ത കുറച്ച് പൈസ ഇല്ലേ, ഒരു ലോണില്ലേ, ആ ലോണിൻ്റെ എമൗണ്ടും കൂടെ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് നന്ദിനിയടുത്തി വിനായകൻ ചേട്ടനും കൂടെ ഈ കുറിച്ചിട്ട് കൂടിയത് തന്നെയെന്ന് പറയണം. ഇത് കേട്ടൻ കമല ചോദിച്ചു, സത്യമാണെന്ന് ചോദിക്കുക. സത്യമാവൻ ഞാൻ പറഞ്ഞേ, എന്നോട് ഇവർ പറഞ്ഞ കാര്യമാണ്. സഹകരണ ബാങ്കിൽ നിന്ന് എടുത്ത ആ പൈസ അടയ്ക്കണം. അച്ഛൻ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുമല്ലേ, അപ്പോൾ ആ പൈസയും കൂടെ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാം. ഇത് കേട്ടതും വിനായകനും നന്ദിനി പരസ്പരം നോക്കണം. അവരപ്പോഴാണ് ആ കാര്യത്തെക്കുറിച്ച് കേൾക്കണം തന്നെ. കാരണം ഇതുവരെ അതിനെക്കുറിച്ചൊന്നും വേദയോട് പറഞ്ഞിട്ടില്ല. പക്ഷെ വേദയാരാ ഒരു മുഴം മുമ്പേ അറിഞ്ഞു. അങ്ങനെ അങ്ങോട്ട് വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ. ഇത്രയും നാളും അച്ഛനെ ഊറ്റി ജീവിച്ചിട്ട് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി, അങ്ങനെ അത് ശരിയായിട്ടുള്ള കാര്യമല്ലോ. വേദയ്ക്ക് അത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് കമല ചോദിച്ചു, സത്യമാണോ മോനെ നീ പറയണമെന്ന് ചോദിക്കും. വിനായകന് സമ്മതിക്കാതിരിക്കാനായിട്ട് തരവില്ലായിരുന്നു. വിനായകൻ പറഞ്ഞു, അതേ അമ്മയെന്ന് പറയണേ, എന്നാലും നിന്റെ മനസ്സ് ഇത്ര നന്മയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കില്ല. ഒരു നിമിഷത്തേക്കാണല്ലോ നിന്നെ ഞാൻ സംശയിച്ചു പോയി. ഇതറിഞ്ഞ് കഴിയുമ്പം നിന്റെ അച്ഛന് ഭയങ്കര സന്തോഷമാണെന്ന് പറയാണ്. കാരണം സഹകരണ ബാങ്കിൽ നിന്ന് കുറച്ച് പൈസ ലോണായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് വാഴക്കൃഷിയൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. കാരണം കൃത്യസമയത്ത് തന്നെ തുടങ്ങുന്ന സമയത്ത് പൈസ കൈ കാണത്തില്ലോ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ലോൺ എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേങ്കിൽ ഈയിടെയായിട്ട് അതൊക്കെ അടവൊക്കെ മുടങ്ങി കിടക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു കമലയുടെ ഉള്ളിൽ. അങ്ങനെ ആ പ്രശ്നത്തിനൊരു പരിഹാരമായി. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ പൈസ കിട്ടിയാൽ മാത്രമേ അത് അടയ്ക്കാനായിട്ടൊക്കെ പറ്റുള്ളൂ. പിന്നീട് കമല സന്തോഷത്തോടെ അങ്ങോട്ട് കയറി പോവാണ്. നന്ദിനിക്കും വിനായകനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് വേദ അങ്ങോട്ട് കയറി പോകുമ്പോഴത്തേനും വേദയുടെ പുറകെ നന്ദിനി അങ്ങോട്ട് ചെയ്തു. നന്ദിനി എന്നിട്ട് പറഞ്ഞു, നീ നല്ല പരിപാടിയെ കാണിച്ചെന്ന് പറയാണ്. ഇത് കേട്ടപ്പം വേദ വെച്ച്, എന്ത്? അല്ല നീ എന്തിനാ അങ്ങനെ അമ്മയോട് പറഞ്ഞെന്ന് ചോദിക്കുക. എങ്ങനെ പറഞ്ഞെന്ന്? അല്ല ഈ കുറിച്ചിട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ നീ എന്താ പറഞ്ഞേ? സഹകരണ ബാങ്കിൽ നിന്ന് എടുത്ത് പൈസ അടയ്ക്കാനാണോ? എന്നാലും നീ ഞങ്ങൾക്ക് നല്ല പണി തന്നല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടതും വേദ പറഞ്ഞു, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എനിക്കിതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? എവിടെയോ കിടക്കുന്ന ദർശനം വിളിച്ചു വരുത്തിയിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു? ഒന്നുമില്ല. നിങ്ങളുടെ പൈസ പോവാണെ പോട്ടെ എന്ന് കരുതിയാൽ മതിയായിരുന്നു. പക്ഷേങ്കിൽ ആ അച്ഛൻ്റെ അമ്മേനെ കണ്ണീര് കണ്ടോ? ഞാൻ നോക്കിയപ്പം നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഇത് മാത്രമേ ഒരു മാർഗമുള്ളൂ. ഇങ്ങനെ പറയുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ വിഷമമാകത്തില്ല. അല്ലെങ്കിൽ അച്ഛൻ വന്നെങ്കിൽ അച്ഛനത് അറിയും, അച്ഛന് സങ്കടവും. കാരണം അച്ഛൻ ഇമാതിരി ഇവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് സ്വരൂപിച്ച് വെച്ച് എന്തേലും കാര്യം നടാം. ഒന്നെങ്കിൽ വീടോ സ്ഥലം എന്തെങ്കിലും മേടിക്കാനൊക്കെ ആയിരിക്കും. എന്നാലും അച്ഛൻ്റെ ഉള്ളിൽ വേദന വരത്തില്ലേ? ഇങ്ങനെ പറയുകയാണെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് സന്തോഷമല്ലേ? ഇത് കേട്ടപ്പോൾ അമ്മയുടെ മുഖത്തെ സന്തോഷം കണ്ടായിരുന്നു. അച്ഛനെ സഹായിക്കാനായിട്ട് ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നൊരു ചിന്ത വന്നത് കണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ നന്ദിനി പറഞ്ഞു, കൂടുതലൊന്നും പറയണ്ട, എനിക്ക് മനസ്സിലായടി. നിന്റെ മനസ്സിലിപ്പോൾ ഇതായിരുന്നല്ലേ? ഇതിന് വേണ്ട നീ ഞങ്ങളെ സഹായിക്കാൻ വന്നല്ലേ? ഒറ്റ എണ്ണങ്ങ് വെച്ച് തന്നാണ്ടല്ലോ എന്നും പറഞ്ഞ് നന്ദിനി കൈ ഒങ്ങുവാണ്. വേദ പെട്ടെന്ന് പറഞ്ഞു, ഡേ തൊട്ടു പോയേക്കരുത് എന്നും പറഞ്ഞിട്ട് കൈയൊക്കെ നീട്ടി അങ്ങ് ചെല്ലുവാണ്. ഞാനെന്ത് ഉണ്ടല്ലോ കുമ്പുവാണ്. എൻ്റെ അച്ഛൻ എൻ്റെ വീട്ടിൽ കരോട്ടം കുമ്പുമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരെണ്ണം തന്നിട്ടുണ്ടല്ലോ ഇവിടെ തല ഇറങ്ങി താഴെ കിടക്കുമെന്ന് പറയണം. വേദയുടെ ആ വരവും മട്ടും കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നന്ദിനിക്ക് തോന്നി അടി കിട്ടുമെന്നുള്ള കാര്യം. പെട്ടെന്ന് നന്ദിനിയും കൂടെ മാറി. ദൈവമേ പെട്ടുപോയല്ലോ, മൂർഖനെയാണല്ലോ ചവിട്ടിയെന്നുള്ള തോന്നെല്ലാം കൂടെ മാറുവാണ്. ഈ സമയത്തും വേദ പതുക്കൊരു കള്ളച്ചിരിയൊക്കെ ചിരിച്ച് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി വരണം. അങ്ങനെ വിട്ടിട്ട് കാര്യമില്ലോ, അത്ര ആളാവാൻ ശ്രമിക്കേണ്ട കാര്യമില്ലോ എന്നൊരു ചിന്തയായിരുന്നു വേദയുടെ മനസ്സിൽ. ഈ സമയത്ത് വിക്രം ശ്രീനിവാസനോടൊപ്പം പോവായിരുന്നു. കാരണം ശ്രീനിവാസന്റെ കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോന്നേ. പക്ഷേങ്കിൽ അഭിലാഷും ഗുണ്ടകളും വെറുതെ ഇരിക്കാനായിട്ട് ആയിരുന്നില്ല വരവ്. കാരണം
വിക്രം തോക്കുമായിട്ട് പിടിച്ചിരിക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതിലൊരുത്തിനെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് അഭിലാഷ് പറഞ്ഞു, എടാ ആ ഫോട്ടോയും കാണിക്കാൻ പറയണം. അങ്ങനെ ഫോട്ടോ കാണിച്ചു. ഇത് മതി, ഇവനിട്ടൊരു ഇടയ്ക്ക് എപ്പോഴും നമുക്ക് പണി കൊടുക്കാനൊരു അവസരം കിട്ടും. ആ ശ്രീനിവാസനും കിട്ടും. അവൻ പുറകെ നിൽപ്പുണ്ടായിരുന്നല്ലോ, ഇവന് ഇലക്ഷന് നിൽക്കട്ടെ, ആ സമയത്ത് വേണം നമുക്ക് ഇത് വെച്ചൊരു കാച്ചാനെന്ന് പറയണം. ഇത് തലക്കാലത്തേക്ക് സൂക്ഷിച്ചു വെക്കാം, അതിനൊരു അവസരം കിട്ടും നമുക്ക്, ആ അവസരത്തെ നമുക്ക് പ്രയോഗിക്കാമെന്ന് പറയണം. ഇത് കേട്ടതും കൂടെ ഉള്ളവൻ പറഞ്ഞു, അത് ശരിയാ, ഇനി നമുക്കിങ്ങനെ അവസരം വീണ് കിട്ടും, ഇതും ജസ്റ്റ് മിസ്സാ, പക്ഷെ എപ്പോഴും അവൻ അങ്ങനെ രക്ഷപ്പെട്ട് പോകാനൊന്നും പറ്റില്ല എന്ന് പറയണം. ശ്രീനിവാസന്റെ വലം കൈയായിട്ട് അവൻ നടക്കുമല്ലേ, ആദ്യം നമുക്ക് ആ വലം കൈ തന്നെ അങ്ങോട്ട് വെട്ടാന്നൊക്കെ പറയാം. ഇത് കേട്ടതും പറഞ്ഞു, കൂടെയുള്ളവൻ പറഞ്ഞു, അത്ര എളുപ്പമുള്ള കാര്യമല്ല, അറിയാലോ. ഈ പറയുന്ന വിക്രമാണെങ്കിലും ആ ശ്രീനിവാസനാണെങ്കിലും രണ്ടുപേരും ചേർന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ എന്തും ചെയ്യും. കാരണം അവൻ്റെ ശരിക്കും പറഞ്ഞാൽ വിക്രത്തിൻ്റെ ഏറ്റവും വലിയ ബലം എന്ന് പറഞ്ഞാൽ ആ ശ്രീനിവാസനാണ്. ഈ വിക്രം എന്ത് കാണിച്ചാലും എല്ലാത്തിനും കൂട്ടു നിൽക്കുന്ന അവൻ ഒറ്റയെടുത്തിനാന്ന് പറയണം. ഇതേട്ടാ അഭിലാഷ് പറഞ്ഞു, അതേ കാലം അവൻ വിലസില്ല, ഇലക്ഷൻ ഒന്ന് വന്നേട്ടെ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്നൊക്കെ അഭിലാഷ് പറയണം. ഈ സമയം വേദ വിക്രത്തിനെ വിളിക്കുകയാണ്. വിക്രത്തെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം കോൾ അറ്റൻഡ് ചെയ്തില്ല. പിന്നെ ഒന്നുകൂടെ വിളിച്ചു നോക്കി, എവിടെ എന്താണെന്നും അറിയത്തില്ല. ചിട്ടിയുടെ കാര്യം പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ചു. പറയാതിരുന്നിട്ടും കാര്യമില്ല, പറയണമല്ലോ. വിനായകൻ ചേട്ടൻ്റെ പൈസ പോയെന്ന കാര്യം പറയണമല്ലോ. പക്ഷേ വിക്രം കോൾ എടുക്കാതെ കഴിഞ്ഞപ്പോൾ വേദ ഓർത്ത്, എന്ത് പറ്റി കോൾ എടുക്കാത്തെ? കാരണം ശ്രീനിവാസന്റെ ഒപ്പം ആയതുകൊണ്ടാണ് വിക്രം കോൾ എടുക്കാതിരുന്നത്. വേദ ഓർത്തു, ഇനിയിപ്പം എവിടെയെങ്കിലും പോയിട്ടുണ്ടായിരിക്കും. മിക്കവാറും ഒന്നെങ്കിൽ വർക്ക്ഷോപ്പിൽ കാണും, അല്ലെങ്കിൽ മിക്കവാറും ആ ശ്രീനിവാസന്റെ കൂടെ ആയിരിക്കും എന്നറിയാം. വർക്ക്ഷോപ്പിലാണ് കോൾ എടുക്കേണ്ടതായിരുന്നു, ശ്രീനിവാസന്റെ കൂടെ ആയതുകൊണ്ടായിരിക്കും കോൾ എടുക്കാത്ത. ഇനി ഞാൻ വന്നു കഴിയുമ്പോഴത്തേനും ഇനിയിപ്പോൾ എന്തേലും കൂടായ്പ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ വേദ ഓർക്കുകയും ചെയ്യണം. ഈ സമയത്ത് ശ്രീനിവാസനും വിക്രവും കൂടെ ശ്രീനിവാസന്റെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീനിവാസൻ പറഞ്ഞു, ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോയെന്ന് ചോദിക്കും. അല്ല എന്താ സാറേ കാര്യം എന്താണെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞല്ലേ നിന്നോട് നാളെ ഒരു മീറ്റിംഗ് കൂടണമെന്ന്. ഇന്ന് കുറേ പേരുടെ പൈസയൊക്കെ പോയില്ലേ, അപ്പോൾ അതിനെക്കുറിച്ച് ഒരു മീറ്റിംഗ് കൂടണം. മീറ്റിംഗ് ഒന്ന് ഒരു പൊതുയോഗം വിളിച്ചു കൂട്ടി ആ പൈസ നഷ്ടപ്പെട്ടവരുടെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് നീ വേണം അവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പ്രസംഗം നടത്താമെന്ന് പറയണേ. പ്രസംഗം നടത്താനാ? ഞാൻ പറഞ്ഞല്ലോ അവർക്ക് വേണ്ടിയിട്ട് നീ സംസാരിക്കണം. കാരണം ഈ വരുന്ന ഇലക്ഷൻ അത് ഒത്തിരി അധികം ഉപകാരം ചെയ്യുന്ന കാര്യമാണ്. അവർക്ക് ആത്മവിശ്വാസം കൊടുക്കണം. ഉറപ്പായിട്ട് അവരുടെ പൈസയൊന്നും നഷ്ടപ്പെടില്ല, അവരുടെ പൈസ തിരിച്ചു വാങ്ങിക്കൊടുക്കാം. ഏത് കൊമ്പത്തെ ഏതവനാണെങ്കിലും ശരി അതൊക്കെ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നീ 2 വാക്ക് സംസാരിക്കണം എന്ന് പറയാം. അത് പിന്നെ സാറേ എന്നെക്കൊണ്ട് അത് പറ്റുമെന്ന്? നിന്നെക്കൊണ്ട് പറ്റും, നിന്നെക്കൊണ്ടേ പറ്റുള്ളൂ എന്ന് പറയണം. അങ്ങനെ ശ്രീനിവാസൻ പറഞ്ഞപ്പോൾ വിക്രത്തിന് എന്ത് ചെയ്യണം നടത്തി അറിയത്തില്ല. അവസാനം വിക്രം പറഞ്ഞു ശരിയെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ശ്രീനിവാസനൊന്ന് ചിരിച്ചു. ശ്രീനിവാസൻ പറഞ്ഞു, അങ്ങനെ വരട്ടെ, ഇപ്പോഴാടാ നീ ഒരു ചുണക്കുട്ടിയായത്. നീ ഇങ്ങനെ എൻ്റെ കൂടെ ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല, നീ ഇറങ്ങി പ്രസംഗിക്കാനൊക്കെ പഠിക്കണം, കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനും പഠിക്കണം എന്നൊക്കെ വിക്രത്തോട് പറയണം. അതിനു ശേഷം വിക്രം വീട്ടിലേക്ക് പോരുന്ന വഴിക്കും വിക്രത്തിന്റെ മനസ്സിലെ ചിന്ത, നാളെ എങ്ങനെ പൊതുയോഗത്തിൽ താൻ സംസാരിക്കുന്നുള്ള. 4 മനുഷ്യന്മാരെ കണ്ടു കഴിയുമ്പോൾ അവരുടെ മുന്നിൽ സംസാരിക്കാൻ ഭയങ്കര മടിയാ. കാര്യം പറഞ്ഞാൽ ഇങ്ങനെ കുണ്ടാമ്പടിക്കൊങ്ങ് പോവും. പക്ഷേ എങ്കിൽ ഈ സംസാരിക്കുന്ന കാര്യത്തിൽ മാത്രം വിക്രത്തിന് അത്ര ഇത് പോരാ. വിക്രത്തിനൊരു പേടിയുണ്ടായിരുന്നു. അങ്ങനെയാണ് വിക്രം വീട്ടിലേക്ക് വരുന്നത്. വിക്രം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വേദ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. വിക്രത്തിനെ കണ്ട് വേദ ചോദിച്ചു, ഇത്ര സമയം നിങ്ങൾ എവിടെയായിരുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, അത് നീ അറിഞ്ഞിട്ടെന്താ, നിനക്ക് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കും. അല്ലേലും അങ്ങനെയാണല്ലോ, എന്തേലും കാര്യം പറയാന്ന് വെച്ചാൽ നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടത്തില്ലോ, നിങ്ങൾക്ക് ഭയങ്കര ഉദ്യോഗമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അവസാനം വിക്രം ചോദിച്ചു, കാര്യം എന്താന്ന് ചോദിക്കുക. ഇനി പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ, പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെന്ന് പറയണം. ഇത് പറയാനാണോ നീ ഇത്ര നേരം കാത്തിരുന്നെന്ന് ചോദിക്കണം. അവസാനമാണ് വേദ ആ കാര്യം പറയണേ. കുറിച്ചിട്ടയുടെ കാര്യമൊക്കെ ഇത്രയും പൈസ നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പം വിക്രത്തിലൊരു ഞെട്ടലുണ്ടായിരുന്നു. അപ്പം ഏട്ടൻ്റെ കയ്യിൽ ഇത്രയും പൈസയൊക്കെ ഉണ്ടായിരുന്നു, ഒരു പൈസ പോലും ഇല്ല എന്ന് പറഞ്ഞ് നടന്നിട്ട് അപ്പം ഇത്രയും പൈസ ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് വിക്രത്തിന് മനസ്സിലേക്ക് ആ കാര്യം വന്നേ. മുമ്പൊരു തവണ ഒരു ഫയൽ തപ്പിച്ചെന്ന സമയത്ത് അലമാരിക്കായിരുന്നു കുറേ പണം ചാടിയത്. അങ്ങനെയാണെങ്കിൽ ഏട്ടൻ കിട്ടുന്ന പൈസ എല്ലാം സൂക്ഷിച്ചൊഴിച്ച് വെച്ച് ചിട്ടി കൂടുമായിരുന്നു. പിശുക്കൻ്റെ മുതൽ ഉറുമ്പരിച്ചെന്ന് പറഞ്ഞാൽ പോയി. വിക്രം ഒന്ന് ചിരിച്ചു കഴിയുമ്പോഴത്തേനും വേദ ചോദിച്ചു, എന്താ ചിരിക്കണമെന്ന് ചോദിക്കും. ഒന്നുമില്ലാന്ന് പറയണം. എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ എന്താന്ന്. നിങ്ങളുടെ ഏട്ടൻ്റെ പൈസ പോലെ നിങ്ങൾക്ക് സന്തോഷമല്ലേ ഉള്ളെന്ന് ചോദിക്കണം. സന്തോഷമോ? ഞാൻ എന്തിനാ സന്തോഷിക്കുന്നേ? അല്ല, ഈ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായെന്ന് പറയാം. ഇത് കേട്ടോ വിക്രം പറഞ്ഞു, വെറുതെ നീ ഓരോന്നിനും ഇങ്ങനെ അർത്ഥങ്ങളൊന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം വേദ മനസ്സിൽ പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ. വിക്രത്തിൻ്റെ ഇങ്ങനെ ഈ രാത്രിയുള്ള വരവ് ആദ്യം തന്നെ നിർത്തണം. മാത്രമല്ല ഈ കൂട്ടുകെട്ട് നിർത്തിയാൽ മതിയാവുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി വേദ തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.